കൊല്ലം കൊട്ടിയത്ത് MDMA വിൽപ്പന നടത്തുന്നതിനിടയിൽ യുവതിയടക്കം 7 പേർ പോലീസിന്റെ പിടിയിലായി. ഇവരിൽ നിന്നും 2.3 ഗ്രാം രാസലഹരി പിടിച്ചെടുത്തു. ലഹരി വിൽപ്പനയിലെ പ്രധാന കണ്ണിയാണ് യുവതിയെന്ന് പോലീസ് അറിയിച്ചു. മറ്റുള്ളവർ ലഹരി മരുന്ന് വാങ്ങാനെത്തിയവരാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു പരിശോധന. കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടിച്ചത്. പാരിപ്പള്ളി സ്വദേശി ഗോകുൽജി നാഥ്, ഉമയനല്ലൂർ സ്വദേശി ഷാനു, ചാത്തന്നൂർ സ്വദേശി സൂരജ്, വർക്കല സ്വദേശി മുഹമ്മദ് മാഹിൻ, വർക്കല വെട്ടൂർ സ്വദേശികളായ മുഹമ്മദ് തരീഖ്, മുഹമ്മദ് തസ്ലിം, തിരുവനന്തപുരം പാലോട് സ്വദേശിനി ആൻസിയ എന്നിവരാണ് പിടിയിലായത്. ആൻസിയ ലഹരി കച്ചവട രംഗത്തെ പ്രധാന കണ്ണിയാണ്. ആൻസിയയിൽ നിന്ന് MDMA വാങ്ങാൻ എത്തിയതായിരുന്നു മറ്റു പ്രതികൾ. ആൻസിയ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിക്ക് സമീപം ആൻസിയ എത്തുമെന്ന് രഹസ്യവിവരം ലഭിച്ച പോലീസ് ഇവർക്കായി വല വിരിച്ചിരുന്നു. പുലർച്ചെ 2 കാറുകളിലായി എത്തിയവർ MDMA കൈമാറുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. ആൻസിയ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2.3 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. രാസലഹരി എത്തിക്കുന്ന പ്രധാന ഇടനിലക്കാരെക്കുറിച്ച് പോലീസിന് പ്രതികളിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചൻ, കൊട്ടിയം ഇൻസ്പെക്ടർ P പ്രദീപ്, SI നിതിൻ നളൻ, ASI ശ്രീകുമാർ, ASI രമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.